السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് കിതാബുൽ ഹജ്ജിൽ നമ്മൾ വായിച്ചു വരുന്നത്. കിതാബുൽ ഹജ്ജിലെ അവസാനത്തെ അധ്യായമാണ്. അതിലുള്ള 2 ഹദീസുകൾ കൂടിയാണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് വായിക്കാനുള്ളത്. ഈ 2 ഹദീസുകളോടുകൂടി കിതാബുൽ ഹജ്ജ് ഉംദത്തുൽ അഹ്കാമിൽ പൂർത്തിയാകുന്നതാണ്. അവസാനത്തെ അധ്യായത്തിന് അദ്ദേഹം കൊടുത്ത പേര് ബാബുൽ മുഹ്രിമി യഅകുലു മിൻ സൈദിൽ ഹലാൽ. ഹലാലായ വേട്ടയിൽ നിന്നും ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ അധ്യായത്തിന്റെ തലക്കെട്ടിൽ അൽ മുഹ്രിം എന്ന് കാണാം. അതുപോലെ തന്നെ സൈദുൽ ഹലാൽ എന്ന് കാണാം. 2 വാക്കുകളുണ്ട്. അൽ മുഹ്രിം എന്ന് പറഞ്ഞാൽ മൻ ദഖല ഫി ഹജ്ജിൻ ഔ ഉംറ, ഹജ്ജിനോ ഉംറക്കോ പ്രവേശിച്ച ആൾക്ക് പറയുന്ന കാര്യമാണ്. അപ്പോൾ ആ ആളുകൾക്കുള്ള നിയമമാണ്. അതുപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അൽ ഹലാൽ എന്ന് പറയുന്നത്. ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹ്രിം അല്ലാത്ത ആളുകൾ, അയാൾക്ക് ഹജ്ജിൽ പ്രത്യേകമായ നിഷിദ്ധങ്ങളില്ല. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ഉള്ളൂ. സയ്യിദ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുല്ലു ഹയവാനിൻ ഹലാലിൻ ബർജിയിൻ മുതവഹിഷിൻ, ഇതാണ് സയ്യിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് വേട്ട നിഷിദ്ധമാണ് എന്ന് പറയുന്നത് ഹലാലായ മൃഗങ്ങളാണ് വേട്ട, അതല്ലാത്ത സമയത്ത് അനുവദനീയമാണ്. അതുപോലെ അത് കരയിൽ വസിക്കുന്ന മൃഗങ്ങളുടെ കാര്യമാണ്. ഒരാൾ മത്സ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമുള്ള കാര്യമല്ല. ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ഒരു മത്സ്യത്തെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്നില്ല. മറിച്ച് ബർരിയാണ്, കരയിലുള്ള ജീവികളാണ്, അത് ഹലാലാണ്. അതായത് നമുക്ക് കഴിക്കാൻ യോഗ്യമായ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാൾ പാമ്പിനെയോ എലിയെയോ ഒക്കെ കൊല്ലുന്നത് ഇതിൽ പെടുന്നില്ല. കാരണം അതൊന്നും ഹലാലായ കാര്യങ്ങളല്ല, കഴിക്കാൻ ഭക്ഷ്യയോഗ്യമായ കാര്യമല്ല. അതുപോലെ ഇവിടെ പറയുന്നത് മുതവഹിഷ്, വേട്ട നടത്തൽ പാടില്ലാത്തത് വന്യമൃഗങ്ങളെയാണ്. അതല്ലാതെ നമുക്ക് ആടിനെ അറുക്കാം, അത് പ്രശ്നമുള്ള കാര്യമല്ല. ഒരാൾ ആടിനെ അറുത്ത് കഴിക്കുന്നതൊന്നും ഇഹ്റാമിൽ ഒരാൾക്ക് നിഷിദ്ധമാകുന്നില്ല. ഒരാൾ മുഹരിമായി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ആടോ കോഴിയോ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മൃഗങ്ങളോ ഒന്നും എന്തല്ല, അത് അയാൾക്ക് നിഷിദ്ധമല്ല. മറിച്ച് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വന്യമൃഗങ്ങളെ വേട്ടയാടി അഥവാ കരയിൽ വസിക്കുന്ന ഹലാലായ വന്യമൃഗങ്ങളെ വേട്ടയാടി കഴിക്കുക എന്നുള്ളതാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തഖ്തുലുസ് സൈദ വ അൻതും ഹുറും, നിങ്ങൾ വേട്ടമൃഗത്തെ കൊല്ലാൻ പാടില്ല അഥവാ വേട്ടയാടാൻ പാടില്ല. വ അൻതും ഹുറും, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ. ഹുറും എന്ന് പറയുന്നത് അത് ബഹുവചനമാണ്. നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ നിങ്ങൾ വേട്ടയാടാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ മാഇദയിൽ തന്നെ അടുത്ത ആയത്തിലും പറഞ്ഞു, വഹുരിമ അലൈക്കും സൈദുൽ ബർരി മാ ദുംതും ഹുറുമ, നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വേട്ടയാടുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. വത്തഖുല്ലാഹ അല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു തആല പറയാം. അപ്പൊ ഇവിടെ വേട്ടമൃഗത്തിന്റെ ഇറച്ചിയിലുള്ള ഒരു വിഷയമല്ല യഥാർത്ഥത്തിൽ. കാരണം ഹദീസുകൾ വായിക്കുമ്പോൾ മനസ്സിലാവും അതിന്റെ ഇറച്ചിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ നിഷിദ്ധമാക്കിയിട്ടുള്ളത്. ഇബ്നു ഹുസൈം റഹിമഹുല്ലാഹ് പറയുന്നത് ഒരാൾ വേട്ടയാടുക എന്ന് പറയുന്നത് അയാളുടെ വിഷയം ആകെ മാറി. അയാളുടെ നിയ്യത്ത് മൊത്തം ഒരു വേട്ടയാടുന്ന മനുഷ്യന് എന്തായിരിക്കും ചിന്തകൾ ഉണ്ടാവുക? ഇഹ്റാമിലായിരിക്കെ മുഴുവൻ അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലായിരിക്കണം. അവൻ മറ്റുള്ള ദുന്യവിയായ അവന്റെ ജീവിതമെല്ലാം മറന്നുകൊണ്ടാണ് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മുമ്പിൽ പ്രത്യേകമായ ഇബാദത്തുകൾ അർപ്പിക്കാൻ വേണ്ടി വളരെ നിന്ദ്യമായ വേഷം ധരിച്ചുകൊണ്ട് ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സുഗന്ധങ്ങളില്ല ആ രൂപത്തിലെ കാര്യങ്ങളൊന്നുമില്ലാതെ ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരാൾ വേട്ടയാടാൻ വേണ്ടി തുനിഞ്ഞു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും അകന്നുപോകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വേട്ടയെ നിഷിദ്ധമാക്കിയത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതല്ലാതെ അതിന്റെ ഇറച്ചിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടോ അങ്ങനെയുള്ള കാര്യമല്ല. കാരണം അതിന്റെ ഇറച്ചി അനുവദനീയമാകുന്ന രംഗം ഇൻഷാ അല്ലാഹ് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 ഹദീസുകളാണ്
ഇതിലുള്ളത്. ഒന്നാമത്തെ ഹദീസ് അൽ ഹദീസുൽ അവ്വൽ അൻ അബി ഖതാദത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഹാജ്ജൻ ഫഖറജു മഅഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരിക്കൽ ഉംറയ്ക്ക് വേണ്ടി ഹിജ്റ 6-ാം വർഷം പുറപ്പെട്ട സംഭവമാണ് പറയുന്നത്. ഇത് ഉദ്ധരിക്കുന്ന സഹാബി അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ പേര് അൽ ഹാരിസ് ബിൻ റബീഇ അൽ അൻസാരി അൽ ഖസ്റജിയാണ്. ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട മഹാനായ സഹാബിയാണ് അൽ ഹാരിസ് ബിൻ റബീഇ അൽ അൻസാരി. അദ്ദേഹത്തിന്റെ കുനിയത്താണ് അബൂ ഖതാദ എന്നുള്ളത്. അദ്ദേഹം ഉഹുദ് യുദ്ധം മുതൽ ഇങ്ങോട്ടുള്ള യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഒരിക്കലൊരു യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം തൂങ്ങിക്കൊണ്ട് യാത്ര ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വാഹന മൃഗത്തിൽ നിന്നും തെന്നി വീഴാൻ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങി നിർത്തുകയൊക്കെ ചെയ്ത ഒരു സഹാബിയാണത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം അങ്ങനെ ചെയ്തതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നതിന് ശേഷം പറഞ്ഞത് കാണാം, ഹഫിളക്കല്ലാഹു ബിമ ഹഫിൾത നബിയ്യ, താങ്കൾ അല്ലാഹുവിന്റെ നബിയെ സംരക്ഷിച്ചു, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ സംരക്ഷിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച മഹാനായ സഹാബിയാണ് അദ്ദേഹം. ഹിജ്റ 54-ാമത്തെ വർഷം മദീനയിൽ വഫാത്തായിട്ടുള്ളതാണ് ഈ സഹാബി. എന്താണ് ആ സഹാബി പറയുന്നത്? അദ്ദേഹം പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഹാജ്ജൻ ഫഖറജു മഅഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഹാജ്ജൻ എന്നാണ് പറഞ്ഞത്. ഹാജ്ജൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവെ ഹാജി ആയിക്കൊണ്ട് എന്നാണ്. എങ്കിലും അത് ആ ഭാഷയിൽ ഉംറക്കും അത് പറയാറുണ്ട്. ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടാലും ഖറജ ഹാജ്ജൻ എന്ന് പറയപ്പെടാറുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്ക് വേണ്ടിയാണ് പുറപ്പെട്ടത്. കാരണം ഹുദൈബിയ സംഭവം നടക്കുന്ന സംഭവത്തിലാണ്. അത് ഹിജ്റ 6-ാം വർഷത്തിൽ ദുൽഖഅദയിൽ നടന്ന സംഭവമാണ്. അത് ഹജ്ജല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് ഹിജ്റ 10-ാം വർഷമാണ് പോകുന്നത്. അപ്പോൾ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട ആ ഒരു സംഭവമാണ് ഈ പറയുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ഫഖറജു മഅഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബികളും പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1400ഓളം സഹാബികൾ ഈ ഹുദൈബിയ സന്ധിക്ക് വേണ്ടി പോകുമ്പോൾ, ആ ഹുദൈബിയ സന്ധി നടക്കുന്ന സന്ദർഭത്തിൽ, അത് ഉംറക്കാണ് പോകുന്നത്, സന്ധിക്ക് വേണ്ടി പോകുന്നതല്ല, ഉംറക്ക് പോവുകയാണ്. ഉംറക്ക് പോകുന്ന സമയത്ത് 1400ഓളം സഹാബികളും കൂടെയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫസറഫ ത്വായിഫതൻ മിൻഹും ഫീഹിം അബൂ ഖതാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തം സംഘത്തിനെ ഒരു വിഭാഗത്തിനോട് വേറൊരു വഴിക്ക് പോകാൻ പറഞ്ഞു. ഫീഹിം അബൂ ഖതാദ. അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയാണ്, അബൂ ഖതാദ അക്കൂട്ടത്തിലുണ്ട്. അദ്ദേഹം തന്നെയാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഞാനത് കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ഫീഹിം അബൂ ഖതാദ അക്കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖുദു സാഹിലൽ ബഹരി ഹത്താ നൽതഖി. നിങ്ങൾ ബീച്ച് ഭാഗത്ത് അഥവാ കടലോര പ്രദേശത്തിന്റെ ഭാഗത്ത്, ആ ഭാഗത്തോട് നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. മദീനയിൽ നിന്ന് വരുമ്പോൾ കടലിനോട് ചേർന്ന ഭാഗത്തൂടെ സഞ്ചരിച്ചിട്ട് നിങ്ങൾ വരിക. ഹത്താ നൽതഖി, ഞങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ അങ്ങനെ പോകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇത് പറയാനുള്ള കാരണമുണ്ട് സഹോദരങ്ങളെ. കാരണം മുശ്രിക്കുകളായ ആളുകൾ സഹാബികളെ കൊല്ലുവാൻ അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്താൻ വേണ്ടി തുനിഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടുകയാണ്. വാദി ഗൈഖ എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ ഈ പറയുന്ന മുശ്രിക്കുകൾ തമ്പടിച്ചിട്ടുണ്ട് എന്നും അവർ മുസ്ലിമീങ്ങൾക്ക്, സഹാബികൾക്ക് അപായമുണ്ടാക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വലിയ വിഭാഗത്തിനോട് വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. അതൊന്നും പൂർണ്ണമായി ഈ ഹദീസിലില്ല, അതാണ് വിഷയം. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ഒരു വിഭാഗം വേറൊരു വഴിയിലൂടെ പോകുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഫഅഖദു സാഹിലൽ ബഹർ. അങ്ങനെ അവരെല്ലാവരും ആ തീരപ്രദേശത്തോടുകൂടി, അതായത് കടലിനോടടുത്ത പ്രദേശത്തോടുകൂടി സഞ്ചരിച്ചു. ഫലമ്മൻ സറഫു അഹ്റമു കുല്ലുഹും. അവരെല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോയപ്പോൾ എല്ലാവരും ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു. ഇല്ല അബൂ ഖതാദ അഥവാ അദ്ദേഹത്തെക്കുറിച്ച് പറയാം, അദ്ദേഹം ഇഹ്റാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഫലം യുഹ്രിം, അബൂ ഖതാദ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഫബൈനമാഹും യസീറൂൻ ഇദ് റഔ ഹുമറ വഹ്ശിൻ. അങ്ങനെ അവർ യാത്ര മധ്യേ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അവരൊരു കാട്ടിൽ കാണുന്ന ഒരു കഴുത, അതായത് കാട്ടുകഴുതയെ അവർ കാണുകയുണ്ടായി. ഫഹമല അബൂ ഖതാദ അലൽ ഹുമുരി ഫഅഖറ മിൻഹ അതാനൻ.
അബൂ ഖതാദ അതിനെ അറുക്കുന്നതിന് വേണ്ടി, അതിനെ വേട്ടയാടുന്നതിന് വേണ്ടി പുറപ്പെട്ടു. അതിനെ വേട്ടയാടി. അഖറ എന്ന് പറഞ്ഞാൽ അറവ് നടത്താണ്. അതായത് ദബഹ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കഴുത്തിന് അറുക്കുന്നതിനാണ് ദബഹ എന്ന് പറയുന്നത്, അതല്ലാതെ കുത്തി അറുക്കുന്നതിന് അഖറ എന്ന് പറയും. അപ്പോൾ വേട്ടമൃഗത്തെ അങ്ങനെ കഴുത്തിന് അറക്കാൻ കിട്ടൂല. നിങ്ങൾക്കറിയാം, വേട്ടമൃഗത്തെ അങ്ങനെ കഴുത്തിന് അറക്കാൻ കിട്ടുന്ന ടൈപ്പല്ല. അപ്പൊ അതിനെ വേട്ടയാടാവുന്നതാണ്, കുത്തിയിട്ടൊക്കെ അതിനെ അറക്കാവുന്നതാണ്. അപ്പൊ അദ്ദേഹം അതിനെ അറുത്തു. ഫഅഖറ മിൻഹ അഥാനൻ എന്നാണ് പറഞ്ഞത്. ആ കാട്ടുകഴുതയുടെ പെൺ വിഭാഗത്തിനാണ് ആ പറയുന്നത്. അതിലൊരു പെൺ കാട്ടുകഴുതയെ അദ്ദേഹം അറുക്കുകയുണ്ടായി. അതാണ് സംഭവം. ഇതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. ഫനസലു, അവരെല്ലാവരും അവിടെ ഇരുന്നു. ഫഅകലു മിൻ ലഹ്മിഹ, അതിന്റെ ഇറച്ചിയിൽ നിന്നും അവർ ഭക്ഷണം കഴിക്കുകയുണ്ടായി. സുമ്മ ഖാലു, പിന്നീട് അവർ പറഞ്ഞു, അവരെല്ലാവരും പറഞ്ഞു എന്നാണോ, അല്ലെങ്കിൽ അവരിൽ ചിലരോട് പറഞ്ഞു എന്നാണോ അറിയില്ല. അവരിൽ ചിലർ പറഞ്ഞു, അനഅകുലു ലഹ്മ സൈദിൻ വനഹ്നു മുഹ്രിമൂൻ, നമ്മൾ ഇഹ്റാമിലായിരിക്കെ നമ്മൾ വേട്ട ഇറച്ചി കഴിക്കുകയോ എന്നവർ ചിലർ ചോദിച്ചു. അപ്പോഴാണ് ചിലർക്ക് ഓർമ്മ വന്നത്, ഞങ്ങൾ ഇഹ്റാമിലാണ്, ഈ വേട്ട ഇറച്ചി കഴിക്കാൻ പാടുണ്ടോ? അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം അറിയപ്പെട്ട വേട്ടക്കാരനാണ്, അദ്ദേഹത്തിന് നന്നായി വേട്ടയാടാൻ അറിയുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഫഹമൽന മാ ബഖിയ മിൻ ലഹ്മിഹ, ബാക്കിയുള്ള ഇറച്ചി അങ്ങനെ തന്നെ വെച്ചു, ഇനി കഴിക്കണ്ട, കഴിച്ചത് കഴിച്ചു, ഇനി അവിടെ വെച്ചേക്കാം എന്ന് വെച്ചിട്ട് അവരവിടെ ബാക്കി വെച്ചു. ഫഅദ്റക്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅൽനാഹു അൻ ദാലിക്, റസൂലുള്ളാഹിയെ കണ്ടുമുട്ടുവോളം അവർ പിന്നീട് അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്തുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് ചോദിക്കുകയും ചെയ്തു. ഞങ്ങളിതിങ്ങനെ ഇഹ്റാമിലായിരിക്കെ വേട്ടയാടി, അബൂ ഖതാദ ഇഹ്റാമിലല്ല, അദ്ദേഹമാണ് വേട്ടയാടിയത്, അദ്ദേഹം വേട്ടയാടി ഇങ്ങനെ ഇറച്ചിയൊക്കെ ഞങ്ങൾ കഴിച്ചു, ബാക്കിയോടെ വെച്ചിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻകും അഹദുൻ അമറഹു അൻ യഹ്മില അലൈഹ, നിങ്ങളിൽ ആരെങ്കിലും അദ്ദേഹത്തോട് വേട്ടയാടാൻ കൽപ്പിച്ചോ? ഔ അഷാറ ഇലൈഹ, നിങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അതിനെ പിടിച്ചോളൂ, ഒന്നുകിൽ നിങ്ങൾ ആ ഒരു വേട്ടമൃഗത്തെ ഞങ്ങൾക്ക് എല്ലാവരും തയ്യാറാക്കി തരണമെന്ന് പറയണം, അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തെ നിങ്ങളായിട്ട് അഥവാ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഖാലൂല, അവർ പറഞ്ഞില്ല, അങ്ങനെയൊന്നുമില്ല. അബൂ ഖതാദ തന്നെ പോയി കണ്ട് പിടിച്ചുകൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നതാണ്, അതാണ് വിഷയം. ഫഖുലു മാ ബഖിയ മിൻ ലഹ്മിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ബാക്കിയുള്ള ഇറച്ചി കൂടി നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയാൻ. ചില റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ബുഖാരി ഉദ്ധരിക്കുന്ന ചില റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, ഹൽ മഅകും മിൻഹു ഷൈ, നിങ്ങളുടെ അടുത്തിന് ബാക്കി ഇറച്ചിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഫഖുൽതു നഅം, അദ്ദേഹം പറഞ്ഞു, അത് അബൂ ഖതാദ പറഞ്ഞു, ഉണ്ട്, ഇറച്ചി ബാക്കിയുണ്ട്. ഫനാവൽതുഹു അൽ അളുദ്, കൈയിന്റെ ഭാഗം, അളുദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോളിന്റെയും കൈമുട്ടിന്റെയും ഇടയിലുള്ള ഭാഗത്തിനാണ് നമ്മുടെ ബൈസെപ്സ് എന്ന് പറയുന്നതാണ് അളുദ് എന്ന് പറയുന്നത്. അപ്പൊ ആ കഴുതയുടെ ആ കൈയിന്റെ ഭാഗം ഞാൻ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. ഫഅകല മിൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നും ഭക്ഷിച്ചു എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. അപ്പൊ ഇത് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹിജ്റ 6-ാം വർഷം ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടതാണ്. യാത്രാമധ്യേ അല്ല, അഥവാ യാത്ര ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകൾ ഇങ്ങനെ തമ്പടിച്ചിട്ടുണ്ട് എന്ന് വിവരം അറിഞ്ഞതിനാൽ ഒരു വിഭാഗം സഹാബികളോട് മറ്റൊരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു, അഥവാ തീരദേശ പ്രദേശത്തോടു കൂടി പോകാൻ പറഞ്ഞു. അവർ പോകുന്ന വഴിക്ക് കണ്ട സംഭവമാണ്. അബൂ ഖതാദ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല എന്നുള്ള വ്യക്തമാണ്. അദ്ദേഹമാണ് അറുത്തത്, അദ്ദേഹമാണ് വേട്ടയാടിയത്, അദ്ദേഹമാണ് അറുത്തത്. അങ്ങനെ എല്ലാവരും കഴിച്ചപ്പോൾ സംശയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ കഴിച്ചു കൊള്ളാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൽ നിന്നുള്ള പാഠങ്ങളാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അന്നൽ ഉംറത ഹജ്ജുൻ വതുസമ്മ അൽ ഹജ്ജ് അൽ അസ്ഗർ, ഉംറയെ ഹജ്ജ് എന്ന് പറയാം. ഫഖറജ ഹാജ്ജൻ എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. അതുകൊണ്ട് ഉംറ അത് ഒരു ഹജ്ജാണ്. വതുസമ്മ അൽ ഹജ്ജ് അൽ അസ്ഗർ, ചെറിയ ഹജ്ജ് എന്ന് ഉംറയെ പറയാറുണ്ട്. അപ്പൊ ഉംറയെ പുറപ്പെട്ട ആളെയും ഫഖറജ ഹാജ്ജൻ എന്ന് പറയാറുണ്ട് എന്നാണ്. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, മശ്റൂഇയ്യത്തു തഹറുസി മിനൽ അദുവി വ അഖദൽ ഹദർ. ശത്രുക്കളുണ്ട് എന്ന് കണ്ടാൽ അതിൽ നിന്നും നമ്മളൊരു സംരക്ഷണം സ്വീകരിക്കുക, കരുതിയിരിക്കുക, ഒരു കരുതൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് വേണ്ടതാണ്, ശർആക്കപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നു, അന്നദാലിക ലാ യുനാഫി തവക്കുൽ അലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലൂടെ തവക്കുൽ ചെയ്യുന്നതിനെതിരല്ല. ശത്രുക്കൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? സഹാബികളെ വിട്ടുകൊടുക്കുകയല്ല. സഹാബികളെ നമ്മൾ എന്താ വരുന്നത് കാണുക എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുകയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് വേറൊരു വഴിയിലൂടെ പോകാനാണ് പറയുന്നത്. ഇത് അറിയപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉമ്മത്തിന് പ്രയാസമുണ്ടാക്കുന്ന, ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ജിഹാദിൽ പോലും, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിൽ പോലും മുസ്ലിമീങ്ങൾക്ക് ആൾ കുറവുണ്ടെങ്കിൽ, ആൾബലം കുറവാണെങ്കിൽ ജിഹാദ് മഷ്റൂ അല്ല, അനുവദനീയമല്ല. അഥവാ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ മാത്രം വലിയുൽ അംറിന്റെ ഭരണാധികാരിയുടെ തീരുമാനപ്രകാരം
മാത്രം നടക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്നത്. അത് തന്നെ ഈ മുസ്ലിമീങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ അവർക്ക് ആൾബലവും ഉണ്ടാവണം, ആയുധബലവും ഉണ്ടാകണം. ഇങ്ങനൊരു ശക്തി ഇല്ല എങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അതിനുവേണ്ടി മുന്നേടുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അത് തെറ്റാണ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഖിതാലു ഫിത്ന എന്നാണ്, കുഴപ്പത്തിന്റെ യുദ്ധം എന്നാണ്. അതുകൊണ്ട് കാര്യമില്ല. മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ ഉപദ്രവവും കൂടുതൽ പ്രയാസവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഒരിക്കലും ചിലരൊക്കെ വിചാരിക്കാറുണ്ട് ബദറിൽ മുസ്ലിമീങ്ങൾ വളരെ കുറവല്ലേ എന്നുള്ളതാണ്. ആ നിയമം പിന്നീട് നസ്ഖ് ചെയ്യപ്പെട്ട നിയമമാണ്. അത്ര കുറഞ്ഞ ആളുകൾക്ക് പിന്നീട് യുദ്ധം ചെയ്യാൻ പാടില്ല. പിന്നീട് മുസ്ലിമീങ്ങൾ അതിനേക്കാളും വലിയ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമം വന്നിട്ടുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകും, ശത്രുക്കളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ അക്രമം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടപ്പോൾ എന്ത് പറയാണ്? നിങ്ങൾ അതുപോയി പോകണ്ട, വേറൊരു വഴിക്ക് പോകുക എന്നുള്ളത്. അതല്ലാതെ എല്ലാ സമയത്തും കയ്യിലൊരു ആയുധവുമില്ല, ഒരു ശക്തിയുമില്ല, നമ്മൾ ആരെയും നേരിടാൻ തയ്യാറാണ്, അതൊക്കെ നമ്മുടെ തവക്കുലാണ് എന്ന് പറയുന്നത് അത് ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഞാൻ അള്ളാഹുവിന്റെ നബിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ധൈര്യത്തോടുകൂടി എന്റെയോടൊപ്പം കൂടിക്കോളൂ എന്ന് പറഞ്ഞിട്ടില്ല. അവരോട് മറ്റൊരു വഴിയിൽ പോകണം, ശത്രുക്കളെ പോയി അഭിമുഖീകരിക്കേണ്ട, അത് നല്ല കാര്യമല്ല. ശത്രുക്കളെ നേരിടുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. നാലാമത്തെ കാര്യം ഹില്ലു ഹുമുറിൽ വഹിഷ് വഅന്നഹ മിനസ് സൈദ്, അതായത് കാട്ടുകഴുത അത് ഹലാലായ കാര്യമാണ്, അത് വേട്ട മൃഗത്തിൽപ്പെട്ടതാണ്. കാട്ടുകഴുത ഹലാലാണ്, എന്നാൽ നാട്ടുകഴുത ഹലാലല്ല. പ്രത്യേകം മനസ്സിലാക്കണം. നാട്ടിലെ ആളുകൾ സഞ്ചരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന, അണക്കി ഉപയോഗിക്കുന്ന മൃഗം നാട്ടുകഴുത അത് ഹറാമാണ്, നിഷിദ്ധമാണ്. എന്നാൽ കാട്ടുകഴുത അത് ഹലാലായതാണ് എന്ന് മനസ്സിലാക്കുക. 5 ഹില്ലു സൈദ് ബി അഖ്രിഹി ഫി അയ്യി മൗദിഇൻ മിൻ ബദനി, അതായത് വേട്ടമൃഗത്തെ അക്ർ കൊണ്ട് നമുക്ക് ഹലാലാണ്. അത് അക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറവല്ലാതെ കുത്തിയിട്ട് അറുക്കുന്നതിനാണ് പറയുന്നത്. നമ്മൾ ഒട്ടകത്തിന്റെ അറവ് നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഫി അയ്യി മൗദിഇൻ മിൻ ബദനി, എവിടെയും കുത്താം, ബിസ്മി ചൊല്ലിയിട്ട് എവിടെയും കുത്തിയിട്ട് അതിനെ അങ്ങനെ കൊല്ലാവുന്നതാണ്. അതിനെ കഴുത്തിൽ തന്നെ അറക്കണമെന്നില്ല, ബിസ്മി ചൊല്ലിയിട്ട് എവിടെ കുത്തിയിട്ടും എന്ത് ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ചെയ്തത്. 6ാമത്തെ കാര്യം മശ്റൂഇയത്തു തവർറുഇ അമ്മാ ശക്ക ഫീ ഹില്ലിഹി, ഒരു കാര്യം ഹലാലാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായാൽ എന്തു വേണം? മശ്റൂഇയത്തു തവർറു, ഒരു സൂക്ഷ്മത കാണാം. നമുക്കിത് ഹലാലാണോ ഹറാമാണോ സംശയമുള്ളൊരു ഇറച്ചി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ സൂക്ഷ്മത കാണിക്കുക എന്നുള്ളതാണ് നല്ലത്. എന്താണ് അതിനുള്ള തെളിവ്? എവിടെയാണ് അതിന് തെളിവ്? കാരണം സഹാബികൾക്ക് പിന്നീട് സംശയമായി, എന്ത് ഇഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ തിന്നാൻ പാടില്ലല്ലോ എന്ന് സംശയമായപ്പോൾ പിന്നെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് വരെ തിന്നുന്നില്ല. ഏതായാലും നമ്മൾ തിന്നു തുടങ്ങിയല്ലേ, ബാക്കിയും കൂടി പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് നല്ലതാണ്. നമുക്കൊരു കാര്യം ഹലാലാണോ ഹറാമാണോ സംശയം ഉണ്ടായാൽ അത് സംശയം ഉള്ളത് ഒഴിവാക്കുക. ആരെങ്കിലും പറയുന്നത് പ്രത്യേക ടൈപ്പ് ഇറച്ചി, പ്രത്യേക കമ്പനീന്റെ ഇറച്ചി, അത് ഇന്ന സംശയമുണ്ട് എന്ന് പറയാണ്. നമുക്കൊരു വ്യക്തമായ സംശയമുണ്ട്. ആളുകൾ വെറുതെ പടച്ചുവിടുന്ന എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചല്ല പറയുന്നത്. വ്യക്തമായൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സംശയം മാറുവോളം അത് മാറ്റി നിർത്താവുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 7ാമത്തെ പോയിന്റ് കമാലു വറഇ സഹാബത്തി റളിയല്ലാഹു അൻഹും വഹ്തിയാതിഹിം, സഹാബികളുടെ സൂക്ഷ്മത അത് അതിന്റെ ഉത്തംകുതിയിൽ നിൽക്കുകയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈസു ലം യഅകുലു മിനൽ ലഹ്മി ഹീന ശക്കു വലം യർമൂഹു, സഹാബികൾക്ക് അത് സംശയം വന്ന സമയം മുതൽ അവർ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല, അവരത് എറിയുകയും ചെയ്തിട്ടില്ല, അത് സൂക്ഷിച്ചു വെച്ചു. അത് വെറുതെ എറിഞ്ഞ് ഒഴിവാക്കിയിട്ടില്ല. കാരണം എന്താണ്? ഹലാലാണെങ്കിൽ അത് വെറുതെ എറിഞ്ഞ് വേസ്റ്റാക്കാനും പാടില്ല, അത് സൂക്ഷിച്ചു വെക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുവാനായിട്ട്. അടുത്ത പോയിന്റ് വുജൂബു സുആലി അഹ്ലിൽ ഇൽമി അമ്മാ യുഷ്കിൽ, സംശയമുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കൽ നിർബന്ധമാണ് എന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ അത് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ച് വ്യക്തമാക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, അവിടെ വളരെ വ്യക്തമായിട്ട് അവർക്ക് കൂടി സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മുഫ്തി ഒരു ഫത്വ നൽകി കഴിഞ്ഞാൽ ആ കേൾക്കുന്ന ആളുകൾക്ക് കൂടി സന്തോഷമുണ്ടാകുക, അല്ലെങ്കിൽ അവർക്കും കൂടി ഒരു കൂടുതൽ തൃപ്തി ഉണ്ടാകുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നും കഴിക്കുക. കാരണം ചില റിവായത്തിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അതിൽ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കഴിക്കുമ്പോൾ ബാക്കി എന്താ, സഹാബികൾക്ക് സമാധാനമായി. അപ്പൊ അത് കഴിക്കാവുന്നത് തന്നെയാണ്, ഒന്നുകൂടി സമാധാനം ഉണ്ടായി. അതുപോലെ ഹില്ലു സൈദിൽ ഹലാലി ലിൽ മുഹ്രിം, ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾക്ക് ഹലാലായ വേട്ട അനുവദനീയമാണ്. എപ്പോൾ? ഇദാ ലം യകുൻ ലിൽ മുഹ്രിമി അസറുൻ ഫീ സൈദിഹി മിൻ ഇശാറത്തിൻ ഔ തലബ്, അതിൽ യാതൊരു രൂപത്തിലുള്ള സ്വാധീനവും മുഹ്രിമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇഹ്റാമിൽ പ്രവേശിച്ച ആള് മിൻ ഇശാറ ഔ തലബ്, അവർ ആവശ്യപ്പെട്ടിട്ടോ അവർ ചൂണ്ടിക്കാട്ടിയിട്ടോ ആകാൻ പാടില്ല. അതല്ല എങ്കിൽ ഒരാൾ ഒരു വേട്ടമൃഗത്തെ അറുത്തുകൊണ്ട് തന്നാൽ അത് കഴിക്കുന്നതിൽ തെറ്റില്ല. നമ്മളായിട്ട് വേട്ടയാടാൻ പാടില്ല
അതുപോലെ നമ്മളായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനോ നമ്മൾ അതിന് വേണ്ട ഒരു സഹായവും ചെയ്യാൻ പാടില്ല. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വേട്ടർത്ത് കൊണ്ടുവന്ന് നമുക്ക് തന്നാൽ അത് കഴിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റുകളൊക്കെ സഹോദരങ്ങളെ ഈ ഹദീസിൽ ഉണ്ട്. അവസാനത്തെ ഹദീസ് അൽ ഹദീസ് സാനി عن الصعب بن جثامة رضي الله عنه أنه أهدى لرسول الله صلى الله عليه وسلم حمارا وحشيا. സഅബ് ബിൻ ജസ്സാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ മകനാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ മകനാണ് അസ്സഅബ് ബിൻ ജസ്സാമ റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് പറയുന്നത് അന്നഹു അഹ്ദാ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിമാറൻ വഹ്ശീൻ. അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാട്ടുകഴുതയെ ഹദിയയായി നൽകി. വഹുവ ബിൽ അബ്വാ. അബുവ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അബുവ എന്ന് പറയുന്ന സ്ഥലം സഹോദരങ്ങളെ അത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അബുവ എന്ന് പറയുന്നത്. എന്നാൽ ഖരീബ എന്നാണ് ആ സ്ഥലത്തിന് പേര് എന്നാണ്. ആ റാവിക്ക് സംശയമുണ്ട്, അതല്ലെങ്കിൽ കൊടുത്തത് ഔ ബി വദ്ദാൻ അല്ലെങ്കിൽ വദ്ദാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് മുസ്തൗറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. രണ്ടും മക്കയുടെയും മദീനയുടെ ഇടയിലുള്ള ചെറിയ കിലോമീറ്റർ വ്യത്യാസമുള്ള സ്ഥലമാണ്. ഈ പറയുന്ന ഏതോ ഒരു സ്ഥലത്ത് വെച്ചാണ്. അതായത് സ്വഹാബികൾ അഥവാ റിവായത്ത് ചെയ്യുന്ന റാവിമാരുടെ സൂക്ഷ്മതയാണ്. അവരൊരു സ്ഥലം പറയുമ്പോൾ പോലും ഇന്ന സ്ഥലത്തു നിന്നാണോ കൊടുത്തത് അല്ല ഇന്ന സ്ഥലത്തു നിന്നാണോ കൊടുത്തതാണെങ്കിൽ ഏതെങ്കിലും ഉറപ്പിക്കാതെ അവർ രണ്ടും പറയും. കാരണം ശേഷക്കാർക്ക് വേണമെങ്കിൽ അത് പഠിക്കുകയോ മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അവർ സംശയമുള്ളതാണ് എങ്കിൽ ഇന്നതല്ലാണ് അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് നിലക്ക് തന്നെയാണ് അടുത്ത ആളുകളോട് അവരത് പറയുകയുള്ളൂ. അപ്പൊ ഒന്നുകിൽ അബുവയിൽ നിന്നും അല്ലെങ്കിൽ വദ്ദാൻ, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലാണുള്ളത്. ഫറദ്ദഹു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചില്ല. അഥവാ ആ ഒരു കാട്ടുകഴുതയെ സമ്മാനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചില്ല, അറുത്തിട്ടാണ് ഈ പറയുന്നത്. ഫലമ്മ റഅ മാ ഫീ വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാതിരുന്നപ്പോൾ സഅബ് ബിൻ ജസ്സാമയുടെ മുഖം മാറി, അദ്ദേഹത്തിനൊരു പ്രയാസമുണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കിയതിന്റെ കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നാ ലം നറുദ്ദഹു അലൈക ഇല്ല അൻഹുറും, ഞങ്ങൾ ഇഹ്റാമിലായതുകൊണ്ടാണ് ഈ ഇറച്ചി ഞങ്ങൾ സ്വീകരിക്കാതെ താങ്കൾക്ക് തന്നത് എന്നാണ് പറയുന്നത്. ഈ ഹദീസുകൾക്ക് മിഷ്കാലുണ്ടാവും, കഴിഞ്ഞ ഹദീസിൽ അങ്ങനെയല്ല വന്നത്. ഇൻഷാ അല്ലാഹ് അവസാനം പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് പറയാണ്. അപ്പോൾ സഹോദരങ്ങൾ, ഇത് സംഭവിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന് വേണ്ടി ഹിജറ 10ാം വർഷം യാത്ര ചെയ്യുന്ന സമയത്താണ്. മദീനയിൽ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സമയത്താണ് സംഭവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്നുകിൽ അബവയിലാണ് ഇന്നത്തെ ഖരീബ, അല്ലെങ്കിൽ വദ്ദാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നത്തെ മുസ്തൗറ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ എത്തുന്ന സമയത്താണ് ഈ പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാട്ടുകഴുതയെ കൊടുക്കുന്നത്. ഇപ്പൊ ചില റിവായത്തിൽ കാണാൻ സാധിക്കുന്നത് ഫീ ലഫ്ളി മുസ്ലിമിന്റെ റിവായത്തിൽ കാണുന്നത് റിജ്ല ഹിമാർ എന്നാണ്. ഒരു കഴുതയുടെ കാലാണ് കൊടുക്കുന്നത്, കറുത്തതാണ് കൊടുക്കുന്നത്, അറുത്ത കാലിന്റെ ഭാഗമാണ് കൊടുക്കുന്നത്. വേറെ ചില റിവായത്തിൽ ഷിഖ്ഖ ഹിമാർ, കഴുതയുടെ ഒരു പാർട്ട്, ഒരു ഭാഗം എന്ന് കൊടുത്തിട്ടുണ്ട്. വേറെ ചില റിവായത്തിൽ അജുസ ഹിമാർ, കഴുതയുടെ പിൻഭാഗം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഏതാ ഭാഗം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ ഇത് കൊടുത്ത സംഭവമാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ പറഞ്ഞതിന് ശേഷം തൊട്ടുമുമ്പത്തെ ഹദീസുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങളും ഇവിടെ പറയാം. ഒന്ന്, ഇൽമു ഖദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ മൻസിലതുഹു ഫീ ഖുലൂബി അസ്ഹാബിഹി റളിയല്ലാഹു അൻഹു. സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുണ്ടായിരുന്ന വലിയ അവർ നൽകിയിരുന്ന സ്ഥാനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് എന്ത് കിട്ടിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ കൊണ്ടുകൊടുത്തിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. രണ്ട്, ഹില്ലു ഹിമാരിൽ വഹ്ഷ്, കാട്ടുകഴുത അനുവദനീയമാണ്, ഹലാലാണ്. കാരണം ഈ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ഹറാമായ കാര്യമാണെങ്കിൽ അവർ കൊടുക്കുകയില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരുപാധികം ഹറാമായതുകൊണ്ടല്ല ഒഴിവാക്കിയത് എന്നുള്ളത് പറയുന്നുമുണ്ട്. മൂന്ന്, തഹ്രീമു അക്ലി ലഹ്മി സൈദി അലൽ മുഹ്രിമി ബിഹജ്ജിൻ ഔ ഉംറ, ഉംറയിലോ ഹജ്ജിലോ പ്രവേശിച്ച മുഹ്രിമായ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തിക്ക് വേട്ടയാടിയ ഇറച്ചി കഴിക്കൽ നിഷിദ്ധമാണ് എന്നീ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാം. നാലാമത്തത്, അന്നൽ ഹിബത ലാ തതിമ്മു ഇല്ലാ ബിഖബൂലിൽ മുഹ്ദാ ഇലൈഹി, ഒരു ഹദിയ ആർക്കാണോ നൽകുന്നത് അയാൾ സ്വീകരിച്ചാലേ ഹദിയ പൂർത്തിയാകൂ എന്നാണ് അർത്ഥം. ഹദിയ നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ അയാൾ അത് സ്വീകരിച്ചാലേ ഹദിയായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ, പൂർത്തിയാക്കപ്പെടുകയുള്ളൂ എന്ന് കാണാൻ സാധിക്കും. അഞ്ചാമത്തത്, വുജൂബു റദ്ദിൽ ഹദിയ ഇദാ കാനത് ലാ തഹില്ലു ലിൽ മുഹ്ദാ ഇലൈഹി, ഒരു ഹദിയ കിട്ടിയ വസ്തു അത് ഹലാലല്ലെങ്കിൽ, എനിക്കത് ഉപയോഗിക്കേണ്ട വ്യക്തിക്ക് ഹലാലല്ലെങ്കിൽ നിർബന്ധമായി എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം എന്നുള്ള പാഠമുണ്ട്. ഇപ്പം നമുക്ക് നിഷിദ്ധമായ ഒരു കാര്യം, നമ്മൾ ഓഫീസിൽ അല്ലെങ്കിൽ സ്റ്റാഫായിട്ടുള്ള ഒരാൾ നമുക്ക് ഹറാമായ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് തന്നാലോ
നമുക്ക് കഴിക്കാൻ പാടുണ്ടോ? ഒരാൾ ഹദിയ എന്നാൽ ഗിഫ്റ്റ്, അയാളെ മനസ്സിന് വേദനിക്കൂലേ, പ്രയാസപ്പെടുള്ളൂ? അല്ല, അത് നിഷിദ്ധമായ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് തിരിച്ചു കൊടുക്കണം. നിഷിദ്ധമായ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹരിം ആയതുകൊണ്ട് ആ വേട്ട ഇറച്ചി കഴിക്കൽ നിഷിദ്ധമാണ്, അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആറാമത്തെ പോയിന്റ്, മശ്റൂഇയ്യത്തു ദിക്രി സബബി റദ്ദിഹാ ലിൽ മുഹ്ദി ലിയസൂല മാ ഫീ ഖൽബിഹി. നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എന്ത് കാരണത്താലും തിരിച്ചു കൊടുക്കുന്നത് എന്ന് പരാമർശിക്കുന്നത് നല്ലതാണ്. കാരണം അയാളുടെ മനസ്സിൽ വേറെന്തെങ്കിലുമൊക്കെ ചിന്ത ഉണ്ട് എങ്കിൽ അത് നീങ്ങിപ്പോകും, അദ്ദേഹത്തിന് മുഖം മാറിയിട്ടുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാരണം പറഞ്ഞത്. ഞാൻ വേറൊന്നും കൊണ്ടല്ല, ഇഹ്റാമിലായതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തിരിച്ചു തന്നിട്ടുള്ളത് എന്ന് പറയാം. ഏഴാമത്തെ പോയിന്റ്, ഹുസ്നു ഖുലുഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ മുറാഅതുഹു ലിനുഫൂസി ഉമ്മത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽസ്വഭാവം, അതുപോലെ ഈ ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചത്. കാരണം അവർക്കൊരു വേദന ഉണ്ടാകുന്ന, പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ് എന്ന് അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, അത് തിരിച്ചു കൊടുക്കാൻ. ഇനി തൊട്ടുമുമ്പത്തെ ഹദീസും ഈ ഹദീസും തമ്മിലുള്ള ബന്ധം, മുആറത്തുൻ വ ജം', അത് തമ്മിലുള്ള വൈരുദ്ധ്യമാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ജം' ചെയ്യേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു. തൊട്ടുമുമ്പത്തെ ഹദീസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടി പിടിച്ച ഇറച്ചിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ അല്ലെങ്കിൽ ഇഹ്റാമിലുള്ള ആളുകൾക്കോ വേണ്ടി പിടിച്ചതല്ല, അദ്ദേഹത്തിന് വേണ്ടി പിടിച്ചതാണ്. അതിൽ നിന്നും ബാക്കിയുള്ള ആളുകൾ കഴിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഇഹ്റാമിലുള്ള വ്യക്തിക്ക് വേണ്ടി ആരെങ്കിലും അറുത്ത് പിടിച്ച് ഇന്ന ആൾക്ക് വേണ്ടി പിടിച്ചാൽ അത് കഴിക്കാൻ പാടില്ല എന്നാണ്. ഇവിടെ ഹദിയാണ് കൊടുക്കുന്നത്. ഹദി കൊടുക്കുമ്പോൾ ഒരാളെ ഉദ്ദേശിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തിയെ ഉദ്ദേശിച്ചിട്ട് ആരെങ്കിലും വേട്ടമൃഗത്തെ അറുത്ത് കൊടുക്കുകയാണെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തിക്ക് സ്വീകരിക്കാൻ പാടില്ല. അയാൾക്ക് തന്നെ പിടിച്ചൊരു കാര്യം അതിൽ നിന്നും നമുക്ക് തരികയാണ് എങ്കിൽ അത് പാടില്ല. അതാണ് ഈ രണ്ടാമത്തെ ഹദീസിൽ സംഭവിക്കുന്നത് എന്നാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയല്ല. അവർ പറഞ്ഞത് ഈ പറയുന്ന രണ്ടാമത്തെ ഹദീസാണ് സ്വീകരിക്കേണ്ടത്. കാരണം അത് പിൽക്കാലത്ത് വന്നതാണ്. അപ്പോൾ ഇതായിരിക്കും പുതിയ നിയമം. അപ്പോൾ ആ നിയമം അത് എന്ത് ചെയ്തിട്ടുണ്ടാകും, അത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് പിൽക്കാലത്ത് ഹിജ്റ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേട്ടയുടെ ഇറച്ചി സ്വീകരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് കൂടുതൽ സൂക്ഷ്മത, വേട്ടയുടെ മൃഗം എന്ത് കാരണത്താൽ അത് ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തിക്ക് വേണ്ടി പിടിച്ചതാണെങ്കിലും ശരി, അതല്ല അയാൾക്ക് പിടിച്ചത് അയാൾ കൊണ്ടുതരികയാണെങ്കിലും ശരി, എന്തായാലും ഒഴിവാക്കലാണ് നല്ലത്. അതാണ് സൂക്ഷ്മത എന്നും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു അഅലം. ഇതാണ് സഹോദരങ്ങളെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ചില റിവായത്തിൽ വന്നത് കഴുതയെ നൽകിയെന്ന് പൊതുവായിട്ട് വന്നിട്ടുണ്ട്, കഴുതയുടെ കാലാണ് നൽകിയെന്ന് വന്നിട്ടുണ്ട്, കഴുതയുടെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത് വന്നിട്ടുണ്ട്, കഴുതയുടെ പിൻഭാഗമാണ് നൽകിയിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ജം' ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം കഴുതയെ നൽകി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം നൽകിയാലും കഴുതയെ നൽകി എന്ന് പറയാം. അപ്പൊ ആട്ടിറച്ചി കുറച്ചു കൊടുത്താലും ആട് നൽകി എന്ന് പറഞ്ഞാൽ മുഴുവനായി നൽകണമെന്നില്ല, ഭാഷാപ്രയോഗമാണ്. അതുപോലെ അതിന്റെ രിജിൽ, കാല് എന്ന് പറയുന്നതും ഷിക്ക് അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നതും അജുസ് പിൻഭാഗം എന്ന് പറയുന്നതൊക്കെ പിൻഭാഗത്തൊരു കാലിന്റെ കഷ്ണം കൊടുത്തു എന്നൊക്കെ ജംഅ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് വ്യത്യസ്ത റിവായത്തുകളിൽ വന്നിട്ടുള്ളത്. ഇതോടുകൂടി സഹോദരങ്ങളെ കിതാബുൽ ഹജ്ജ് ഇവിടെ പൂർത്തിയാകുകയാണ്. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.